ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൈഡ് വേയിലൊരു സെഷനായിരുന്നു നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 45 പോയിൻറ്റ്സ് ഡൗണിലാണ് ഇന്ന് നിഫ്റ്റി ട്രേഡ് ഉണ്ടായത്. 10,764 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,819 വരെ ഹൈ പോയി. തുടർന്ന് 10,768 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. സെൻസെക്സിലും ഏകദേശം 143 പോയിൻറ്റ്സിൻ്റെ ഡൗണാണ് റിപ്പോർട്ട് ചെയ്തത്. റിലയൻസ്, HUL, സൺഫാർമ, ബ്രിട്ടാനിയ, എയർടെൽ ഇവരായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ഉള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. അത് തുടർന്ന് ഒരു സൈഡ് വേയുള്ള ഒരു സെഷനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള പ്രധാന കാരണം ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റ് ആയിരുന്നു ഇതിന് പ്രധാന കാരണമായിട്ട് നിന്നത്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ലൈക്ക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു ഡോജി പാറ്റേൺ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് 10,769-80 ആ ഒരു റേഞ്ചാണ് നമുക്ക് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ 10,850 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലെ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിനെയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെയോ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കോ താഴേക്കോ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിൽ മാത്രമല്ല വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു സ്പിന്നിങ് ടോപ്പ് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറ്റേണും മാർക്കറ്റിൻ്റെ ഒരു അടുത്തൊരു ഡയറക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു US മാർക്കറ്റും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെയുള്ള ഒരു SGX നിഫ്റ്റിക്ക് ഒന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റും മൂവ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് പ്രൈസിലും വോളിയത്തിലും ഇൻക്രീസ് ഉണ്ടായ സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ലാർജ് ക്യാപ്പിൽ വോഡാഫോൺ ഐഡിയ, റിലയൻസ് ഇൻഡസ്ട്രീസ്, സൺഫാർമ, HPCL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, SBI ലൈഫ് ഇൻഷുറൻസ്, ബയോകോൺ. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രാനുവൽസ് ഇന്ത്യ, അതുപോലെ തന്നെ ഗുജറാത്ത് ഗ്യാസ്, ഇങ്ങനെ കുറേ കമ്പനികൾ നിൽക്കുന്നുണ്ട്. ഗ്രാനുവൽസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൈസ് വോളിയം ഇൻക്രീസ് മാത്രമല്ല, ഇതൊരു 52 വീക്ക് ഹൈ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. തിങ്കളാഴ്ച ഒരു പക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ, ഒരു 52 വീക്ക് ഹൈ എന്നൊരു ബ്രേക്ക് ഔട്ടൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടെത്താൻ സാധിക്കും. പിന്നീട് റാർലിസ് ഇന്ത്യ, ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് നാസ്ഡാക്ക് ഇന്നലെ ഒരു 55 പോയിൻറ്റ്സ് ഗെയിനോട് കൂടിയാണ് എൻഡ് ആയിരിക്കുന്നത്. ഇന്നത്തെ US മാർക്കറ്റിലെ നോക്കുമ്പോൾ ഒരു ലോവർ ആയിട്ടുള്ളൊരു സെഷൻ ആകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാന കാരണം ഒരു കൊറോണ കേസസിൽ നല്ലൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന കേസസിൽ ഇപ്പോൾ നല്ലൊരു വർധനമാണ് കാണിച്ചിരിക്കുന്നത്. 63,000 കേസാണ് ഇന്നലെ റിപ്പോർട്ടായിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്നത്തെ US ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും അതും ലോവർ ആയിട്ടാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ഡൗൺ ട്രെൻഡാണ് അനലിസ്റ്റൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു വീക്കായിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ഇപ്പം ഒരു ചെറിയൊരു ഗെയിനോട് കൂടി മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലാണ് കാണിക്കുന്നത്. SGX നിഫ്റ്റി ഇപ്പോൾ 4 പോയിൻറ്റ്സ് ഡൗണിലാണ് നിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു 49 പോയിൻറ്റ്സ് ഡൗണിലാണ് നിൽക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ 212 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ 431 കോടിയുടെ വിത്ഡ്രോവൽ ഇന്ന് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 803 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇനി രൂപയുടെ മൂല്യം ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെറിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. 20 പൈസ ഇടിഞ്ഞ് 75 രൂപ 20 പൈസയിലാണ് ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അടുത്തതായിട്ട് ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരാഴ്ചത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസിൽ നിഫ്റ്റി, മെറ്റൽ, ബാങ്ക്, അതുപോലെ തന്നെ IT ഇവരൊക്കെയായിരുന്നു ടോപ്പ് ഗെയിനേഴ്സായിട്ട് ഈ ഒരാഴ്ച നിന്നത്. ആകപ്പാടെ നിഫ്റ്റി മീഡിയ മാത്രമാണ് ഈ ഒരാഴ്ച ഒരു ലോസിംഗ് സെഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 21-ലെ Q1-ലെ ആദ്യത്തെ റിസൾട്ടുമായിട്ട് നിഫ്റ്റിയുടെ സ്റ്റോക്ക് വന്നിരിക്കുകയാണ്. TCS ആണ് ആദ്യത്തെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാർട്ടർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്ക്ഡൗൺ ഇമ്പാക്റ്റ് വന്നൊരു ക്വാർട്ടറാണ്. അതിൽ ഈ TCSൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ US ഡോളർ റവന്യൂവിൽ നോക്കുമ്പോൾ 7% ഡിക്ലൈനാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല നെറ്റ് പ്രോഫിറ്റിൽ 13% ഡിക്ലൈനും കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അടുത്ത 2 ക്വാർട്ടറിൽ ഒരു ഗ്രാജുവലായിട്ടുള്ളൊരു റിക്കവറി ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല അവരുടെ ക്ലയൻസ് ഒന്നും ഒരു കോൺട്രാക്റ്റുകളൊന്നും ക്യാൻസൽ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ റീനെഗോഷിയേഷനുമായിട്ട് വരുന്നില്ല. അതൊക്കെ ഒരു നല്ല സൈനാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര മോശമായിട്ടുള്ള റിസൾട്ട് അല്ല. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു ക്വാർട്ടറിൽ വലിയൊരു ഡൗൺ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു നല്ലൊരു ലക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് വലിയൊരു ഡൗണിലേക്ക് പോകാതെ ഇന്ന് പിടിച്ചു നിന്നതും. പക്ഷേ എന്നിരുന്നാലും ബ്രോക്കറേജ് ഫേംസൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് തന്നിരിക്കുന്നത്. ചിലർ ന്യൂട്രൽ, അതേപോലെ തന്നെ ബൈ, സെൽ, അങ്ങനെ പല ഒപ്പീനിയൻസാണ് ഓരോ അനലിസ്റ്റുകളും അല്ലെങ്കിൽ ബ്രോക്കറേജ് ഫേംസും കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഒപ്പീനിയനിലേക്ക് പോകുന്നതായിരിക്കും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്.
അടുത്തതായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ അനൗൺസ്മെൻറ്റ് നോക്കുമ്പോൾ JLRൻ്റെ റീറ്റെയിൽ സെയിൽസിൽ 42.4% ഡിക്ലൈനാണ് ജൂണിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോളായിട്ടുള്ള റീറ്റെയിൽ സെയിലിലേക്ക് നോക്കുമ്പോൾ 24.9% ഡിക്ലൈൻ ഉണ്ടായതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ നോർത്ത് അമേരിക്കയിലും ചൈനയിലും അതുപോലെ സെയിൽസൊക്കെ നല്ല എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു സെയിൽസാണ് ഉണ്ടാകുന്നതെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഇനി PNBയെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 10,000 കോടി റേസ് ചെയ്യാനുള്ളൊരു അപ്രൂവൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴിയായിട്ടോ FPO വഴിയായിട്ടോ റൈറ്റ് ഇഷ്യൂ വഴിയോ ഏതെങ്കിലും മെത്തേഡ് വഴിയായിട്ട് 10,000 കോടി റേസ് ചെയ്യാനുള്ളൊരു അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല 7,000 കോടി ഇക്വിറ്റി വഴിയായിട്ട് റേസ് ചെയ്യാനുള്ളൊരു അപ്രൂവലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അവർ സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീവാൻ ഹൗസിംഗ് ഫിനാൻസിൻ്റെ അക്കൗണ്ടിൽ അവർ ഏകദേശം 3,686 കോടിയുടെ ഒരു ഫ്രോഡ് കള്ളത്തരം കണ്ടുപിടിച്ചതായിട്ട് അവർ RBIയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഡൗണിലാണ് പോയത്. അടുത്തായിട്ട് ഈ ഒരു ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2020 ഓരോ ക്വാർട്ടറിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ക്വാർട്ടറിലും സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്ത കമ്പനികളാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾ വാച്ച് ചെയ്യുക. അതായത് സോമനി സെറാമിക്സ്, CESE വെഞ്ചേഴ്സ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റാർ സിമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഡാറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റെഡ്യൂസിങ് ആണ് അവരുടെ ഹോൾഡിങ്ങിൽ FIIയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സും വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അനാലിസിസിലേക്ക് ഈ ഒരു കമ്പനിയുടെ അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റയും നിങ്ങളുടെ അനാലിസിസിലേക്ക് എടുത്തുകൊള്ളുക. അടുത്തതായിട്ട് ആസ്ട്ര മൈക്രോയിൽ രാധാകൃഷ്ണൻ ദമാനി ഏകദേശം 1.03% സ്റ്റേക്ക് ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ വാങ്ങിയതായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് ഇതൊന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം KDS സെക്യൂരിറ്റീസ് ഏകദേശം 0.81% സ്റ്റേക്ക് ഓപ്പൺ മാർക്കറ്റ് വഴിയായിട്ട് അക്വയർ ചെയ്തതായിട്ടും ഒരു അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല HDFC മ്യൂച്വൽ ഫണ്ട്സ് ഈ ഒരു കമ്പനിയിൽ സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്തു എന്നൊരു റിപ്പോർട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് യെസ് ബാങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസ് ആയിരുന്നു അവർ ഫോളോ ഓൺ പബ്ലിക് ഓഫർ വഴിയായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഫ്ലോർ പ്രൈസ് ആയിട്ട് അവർ 12 രൂപ പെർ ഷെയറിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ യെസ് ബാങ്കിൻ്റെ എംപ്ലോയി ആണ് എങ്കിൽ എംപ്ലോയി കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 1 രൂപ പെർ ഷെയറിൽ ഒരു ഡിസ്കൗണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബിറ്റിലോട്ട് നോക്കുമ്പോൾ മിനിമം 1000 ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിളായിട്ടോ ആണ് ഈ ഒരു FPO വഴിയായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ഏകദേശം 12,000 രൂപ ഫ്ലോർ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 12,000 രൂപ മിനിമം നമുക്ക് കൊടുത്താലേ നമുക്ക് ഒരു ലോട്ടായിട്ട് വാങ്ങാൻ സാധിക്കത്തുള്ളൂ. അടുത്തായിട്ട് അദാനി പോർട്സിനെ സംബന്ധിച്ചിടത്തോളം CLSA ബ്രോക്കറേജ് ഫേം അവർ ഈ ഒരു സ്റ്റോക്കിൻ്റെ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല EPSലൊക്കെ നോക്കുമ്പോൾ 2 മുതൽ 4% എസ്റ്റിമേറ്റ് അവർ കട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് ഈ ഒരു അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം രാകേഷ് ജുഞ്ചുൻവാല അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഏകദേശം ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ 0.82% സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് വന്നു. അതായത് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അദ്ദേഹം ഏകദേശം 2.06% സ്റ്റേക്കായിരുന്നു ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പം 2.88% ആയി ഉയർന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് അപ്പർ സർക്യൂട്ട് ഒരു ടച്ച് ആയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് കർണാടക ബാങ്കിൻ്റെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 8% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 12% വർധനവും ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും ഒരു നേരിയ ഒരു കുറവ് വന്നു എന്ന രീതിയിലും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സദ്ഭവ് എഞ്ചിനീയറിങ്ങിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ മാർച്ച് ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് നോക്കുമ്പോൾ 57.2% ഡിക്ലൈനാണ് അവരുടെ റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 866 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1501 കോടിയുടെ ഒരു എക്സെപ്ഷണൽ ഗെയിൻ അവരുടെ ഒരു അസറ്റ് ട്രാൻസ്ഫർ വഴിയായിട്ട് കിട്ടിയ 1501 കോടി ആ ഒരു ഗെയിനാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൻ്റെ പ്രധാന കാരണമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഭാരതി എയർടെൽ അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് ഈ 2 കമ്പനികളിലും ഒരു ലാർജ് ട്രേഡ് നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാരതി എയർടെൽ ഏകദേശം 25 ലാഖ് ഷെയർസിൻ്റെയും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ 10.9 ലാഖ് ഷെയർസിൻ്റെയും ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ ഇന്നത്തെ US മാർക്കറ്റിനെ ഒന്ന് വാച്ച് ചെയ്യുക. ഒരു ഡൗൺ സൈഡിലേക്കുള്ളൊരു മൂവാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ കേസസിലൊക്കെ നല്ല വർധനവ് വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ മൺഡേ സെൻസെക്സ് നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 2021 Q1 റിസൾട്ട്സ് ഓരോ കമ്പനികൾ ഇനി അനൗൺസ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ട്സൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക.
നിങ്ങൾ കമ്പനികളെ പിക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ റിസൾട്ടുകളും ഒന്ന് കൺസിഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു ഡിപ്പുകളൊക്കെ വരുമ്പോൾ അവിടെ ആ സമയത്ത് ഒരു നല്ല സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ റിസൾട്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡിപ്പുകളൊക്കെ വരുമ്പോഴോ അതിലൊരു എൻട്രി കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.